ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നത് പുതിയ പുതിയ സ്ഥാനാർത്ഥികളെയാണ് LDF കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് കണ്ണന്താനത്തെ പിന്നെ BJP കൊണ്ടുവന്നു, മത്സരിച്ച് BJP കൊണ്ടുപോയി. ഇപ്പൊ അലിനെ രണ്ട് ടേണ് മങ്കടെ മത്സരിപ്പിച്ച് ലീഗിന് കൊണ്ടുപോയി. ഹംസ നാളെ ലീഗിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഉറപ്പ് വരാൻ ആ ചോദ്യത്തിന് മറുപടി അഫ്സൽ പറയട്ടെ. വികസനത്തിന്റെ കാര്യം മാത്രമല്ല പറയാനുള്ളത്. ഇപ്പൊ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികൾ നേരിടുമ്പോ ഈ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ET മുഹമ്മദ് ബഷീർ ഒരു മിനിറ്റ് ന്യൂനപക്ഷങ്ങളെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളെ വോട്ട് മേടിച്ചിട്ടാണ് പോയത്. എന്ത് നിലപാടുകളാണ് പാർലമെന്റിൽ ഇവിടുന്ന് ജയിച്ചു പോണ കോൺഗ്രസിന്റെ ലീഗിന്റെ ആൾ BJP പോകില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പ്? മഞ്ചേരി TK ഹംസ ജയിച്ചെങ്കിൽ താനൂരിൽ ലീഗ് ഒരിക്കലും തോൽക്കും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ താനൂരിൽ ലീഗ് തോറ്റ്. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ പൊന്നാനി തോക്കും ലീഗ്. അയാൾ സംശയം എന്താ കാര്യം? തോക്കണ ഒരു കാരണം വേണ്ട. ലീഗിന്റെ അവസരവാദ രാഷ്ട്രീയം അത് തന്നെയാണ്. കാരണം UDF പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. നാഴികക്ക് 40 വട്ടം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ആചാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് MP-മാർ സ്ഥാനാർത്ഥികളെ വോട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. നമുക്കറിയാം മുത്തലാഖിന്റെ ചർച്ച ലോക്സഭയിൽ നടക്കുമ്പോൾ ഇറങ്ങാത്ത വിമാനത്തിൽ കയറിയതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ ET മുഹമ്മദ് ബഷീറും. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളിൽ എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ സംഘപരിവാർ ശക്തികൾ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ വിരലനക്കാൻ തയ്യാറല്ലാത്ത മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഇവിടെ UDF അല്ലാത്ത ഒരു പാർട്ടി BJP എതിർക്കാനുള്ള പാർട്ടിയില്ല. 3 ലക്ഷം വോട്ടിന് 3 ലക്ഷം വോട്ട് സംവിധാനം ജയിക്കും. എത്ര ചാടി കളിച്ചോട്ടെ ഇവിടെ സമുദായം ഇല്ലാത്ത 3 ലക്ഷം വോട്ട് ജയിച്ചില്ല പാർട്ടി വർഗ്ഗം എത്ര കളിച്ചോട്ടെ അല്ല പൈസ ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി. പൊന്നാനിയില് നല്ല മുട്ടപ്പത്തിരി കിട്ടും. പൊന്നാനി പോയാൽ കുറെ കാഴ്ച കാണാം. നല്ല കൂന്ന മനുഷ്യനും പൊന്നാനിയിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചർച്ചയിലേക്ക് വന്നാൽ ഇന്ന് രാവിലെ സംസാരിച്ചതാണ് ഹിമാചൽ പ്രദേശിലെ കാര്യം. എന്ത് MLA സമാജ്വാദി പാർട്ടിയുടെ 7 MLA ഇന്ന് ഒരു MLA വീണ്ടും മറക്കേണ്ട ചാടി അത് സംസ്ഥാനത്തേക്ക് മറന്നുപോയി. ഇന്ന് എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ട് നമ്മൾ ലീഗ് കോൺഗ്രസ് UDF മുന്നണി. പക്ഷെ ലീഗിലെ ഏതെങ്കിലും ഒരു MP അങ്ങനെ BJP-യുടെ കയ്യിലേക്ക് പോകുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ പറയണല്ലേ നിങ്ങൾ പറയണേ തിരിച്ച് ഒരു മിനിറ്റ് ഇതേ ചോദ്യം ലീഗ് പറയുന്നുണ്ട്, BJP-യും ഇതേപോലെ എന്റെ സുഹൃത്തായ ഈ വ്യക്തി പറയുന്നുണ്ട് CPM-ഉം BJP-യാണ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ അമ്മ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും CPM-നെ കുത്തിയിട്ട് CPM ഒരിക്കലും ഒരാളെ താങ്ങി നിൽക്കൂല. ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചിട്ട് പോയിട്ട് ഈ അഹമ്മദിനെ മന്ത്രിയാക്കിയ സഭയെ 5 വർഷം നിങ്ങൾ അധികാരത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടിട്ട് വർഗീയ ശക്തിനെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടിട്ട് അതുകൊണ്ട് പിന്നെ എങ്ങനെ നിങ്ങൾ മത്സരിക്കണ്ടല്ലോ? നിങ്ങൾ എന്തിനു മത്സരിക്കണം? ഞാൻ BJP-ന്റെ നേതാവിനോട് ചോദിക്കുകയാണ്, ഈ മുസ്ലിമിനെ അടിച്ചമർത്താനൊന്നും അവർക്ക് കഴിയൂല. കാരണം ബീഫ് കൂട്ടിക്കഴിഞ്ഞാലും മറ്റുള്ളത് കൂട്ടിക്കഴിഞ്ഞാലും പ്രശ്നമല്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട. പക്ഷേ മറ്റൊരു ഒരുപാട് മുസ്ലിമിനെ വർഗീയതാണ് ഇവര് കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് അവരോട് ഒരു വിരോധമൊന്നുമില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെയാണ്. ചോദിക്കാൻ തിരിച്ച് ഇവിടെ നിന്നും വർഗീയത നേരിടാൻ പോകേണ്ടത് അബ്ദുൽ സമദ് സമദാനിയാണോ KS ഹംസയാണോ? പിന്നെ സമാധാനം ജയിക്കും. എന്തായിരിക്കും കാരണം? എന്താ കാരണം? ജയിക്കും. നല്ലൊരു നേതാവാണ്. ഞങ്ങളെ നാട്ടിലെ അങ്ങനത്തെ ഒരു നേതാവിനാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു നേതാവിനാണ് വേണ്ടത്. നാടിന് വേണ്ടിയിട്ട്, പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ അഴിമതിയും പെൻഷൻ കിട്ടാതെ
കുറെ ആൾക്കാർ റോട്ടിൽ പിച്ച ചട്ടി എടുത്തിട്ട് നടക്കുക. പെൻഷൻ കിട്ടാത്തതിന്റെ കാരണം എന്നെക്കാട്ടും കൂടുതൽ അരുൺ സാറിന് അറിയാം. എന്നെക്കാട്ടും കൂടുതൽ അറിയാം. 5 മാസം വിഷുവിന്റെ മുമ്പായിട്ട് 2 മാസം പെൻഷൻ ഉടനടി വരും. 4000 കോടി രൂപ സർക്കാർ കേന്ദ്രം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. വിരോധമില്ല, നമ്മളെ പോലത്തെ മനുഷ്യന്മാരാണ് അവരും. പക്ഷെ അവര് കൊണ്ടുവരുന്ന ഇസ്ലാമിന് വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. വർഗീയത കുഴപ്പങ്ങൾ. കുഴപ്പമില്ല, അങ്ങനെ ഒരു ഒരു പ്രതികരണം കൂടി പ്രശ്നമില്ല. പെൻഷൻ കിട്ടാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കൂ? ബാധിക്കൂലേ? പെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ 600 രൂപയിൽ നിന്ന് 1600 എത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ പക്ഷെ കിട്ടണ്ടേ? 7 മാസം 16 മാസത്തെ കിട്ടാ സപ്ലൈകോ ഈ സാധനം കിട്ടാ UDF ഭരിക്കുന്ന കാലം അത് സപ്ലൈകോ ഈ സാധനം കിട്ടാറുണ്ട്. കിട്ടുന്നോ? പൊന്നാനി മാത്രം സപ്ലൈകോ ഈ സാധനം എങ്ങനെ വരും? ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്.